മൂന്നാർ ദേവികുളത്ത് ഓടിക്കൊണ്ടിരുന്ന കാർ കാട്ടാന ചവിട്ടിമറിച്ചു. വിദേശ വിനോദസഞ്ചാരികൾ സഞ്ചരിച്ചിരുന്ന ഇന്നോവ കാറാണ് ആന ആക്രമിച്ചത്. സഞ്ചാരികൾ പരിക്കില്ലാതെ രക്ഷപ്പെട്ടു. ആക്രമണം നടത്തിയ മോഴയാനയെ മുൻപ് മേഖലയിൽ കണ്ടിട്ടില്ലെന്ന് നാട്ടുകാർ പറഞ്ഞു. ഇംഗ്ലണ്ട് ലിവർപൂൾ സ്വദേശികളായ സഞ്ചാരികൾ സഞ്ചരിച്ചിരുന്ന ഇന്നോവ കാറിന് നേരെ ദേവികുളം സിഗ്നൽ പോയിന്റിന് സമീപത്ത് വെച്ച് ആന പാഞ്ഞെടുക്കുകയും വാഹനം ചവിട്ടിമറിക്കുകയുമായിരുന്നു. തുടർന്ന് RRT സംഘം എത്തിയാണ് ആനയെ റോഡിൽ നിന്ന് തുരത്തിയത്. ഓടിക്കാനാവാത്ത വിധം വാഹനത്തിന് കേടുപാടുകൾ പറ്റി. തുടർന്ന് മറ്റൊരു വാഹനത്തിൽ വിദേശ സഞ്ചാരി സംഘത്തെ തേക്കടിയിലേക്ക് കൊണ്ടുപോയതായി ഡ്രൈവർ പറഞ്ഞു. മൂന്നാറിന്ന് തേക്കടിയിലേക്ക് പോകുമായിരുന്നു. പോകുന്ന വഴിക്ക് ആന മേളിൽ നിന്ന് ട്രെയിനിൽ ഇറങ്ങി വന്നിട്ട് നേരെ വന്ന് ചവിട്ടുകയാണ്. സെൻട്രൽ ചവിട്ടി മറിച്ചിട്ട് താഴേക്ക് പോയി. അത് സംഭവിച്ചത് എനിക്കൊന്നും ചെയ്യാൻ പറ്റിയില്ല. കാര്യം തൊട്ട് ഫ്രണ്ടിലായിപ്പോയി, ആന ഫ്രണ്ടിലായിപ്പോയി. അപ്പം ഫ്രണ്ടിൽ നിന്ന് വേറെ വണ്ടി ഉണ്ടായിരുന്നു. അവരും ചവിട്ടി നടത്തി. ചവിട്ടി എന്നെ ചവിട്ടിയുള്ളൂ. ഗസ്റ്റ് ഉണ്ടായിരുന്നു. ഗസ്റ്റിന് ചെറുതായിട്ടുള്ള ഇത് മാത്രമേ. ഒറ്റ ആന. ഒരു ഓട്ടോറിക്ഷ ആനയുടെ ആക്രമണത്തിൽ നിന്ന് അത്ഭുതകരമായാണ് രക്ഷപ്പെട്ടത്. ഇതേ ആന ഒരു പശുവിനെ ചവിട്ടിക്കൊന്നു. ആക്രമണം നടത്തിയ മോഴയാനയെ മുൻപ് മൂന്നാർ മേഖലയിൽ കണ്ടിട്ടില്ലെന്ന് നാട്ടുകാർ പറഞ്ഞു. നിലവിൽ പ്രധാന പാതയിൽ നിന്ന് മാറിയെങ്കിലും ആന തോട്ടം മേഖലയിൽ നിലയുറപ്പിച്ചിരിക്കുകയാണ്. പകൽ സമയത്ത് പോലും ദേശീയപാതയിലേക്ക് ആനയെത്തിയത് വൻ ആശങ്കയ്ക്കാണ് ഇടവരുത്തിയിരിക്കുന്നത്. അതേസമയം മൂന്നാർ കല്ലാർ മാലിന്യ പ്ലാന്റിൽ ഏതാനും ദിവസങ്ങളായി എത്തുന്ന ഒറ്റക്കൊമ്പൻ ആനയുടെ കാലിൽ ഗുരുതരമായ പരിക്ക് രൂപപ്പെട്ടിട്ടുണ്ടെന്നും വിവരം വനംവകുപ്പിനെ അറിയിച്ചിട്ടും ചികിത്സ ഉറപ്പുവരുത്താൻ നടപടി സ്വീകരിക്കുന്നില്ലെന്നും നാട്ടുകാർ ആരോപിച്ചു. മാലിന്യ പ്ലാന്റിൽ ഭക്ഷണം തേടുന്നതിനിടെ പരിക്കേറ്റതാവാമെന്നാണ് സൂചന. കഴിഞ്ഞ ദിവസങ്ങളിൽ പടയപ്പ മൂന്നാർ ഉദുമൽപേട്ട പാതയിൽ വാഹനങ്ങൾക്കും നേരെ തുടർച്ചയായി ആക്രമണം നടത്തിയിരുന്നു. മതപ്പാടിലുള്ള ആനയെ 5 അംഗ സംഘം നിരീക്ഷിക്കുന്നുണ്ടെന്നാണ് വനം വകുപ്പിന്റെ വിശദീകരണം.